ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹനിധികളായ എൻ്റെ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണോ? എന്നാൽ SSF ജില്ലാ സാഹിത്യോത്സവത്തിൻ്റെ ഈ സുന്ദരമായ വേദിയിൽ ഞാനൊരു കൊച്ചു കഥ പറയാം. ശ്രദ്ധിച്ച് കേൾക്കണേ. കുറച്ചു നേരം നിങ്ങളുടെ കണ്ണ് കാത് ഇങ്ങോട്ട് തിരിക്കണേ. എൻ്റെ കഥയുടെ പേര് ഹബീബിനെന്തു പറ്റി. ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വലിയൊരു മഹാനിൻ്റെ കഥയാണിത്. അതോ അവിടെ ഒരു ആൾക്കൂട്ടം, അവിടെ ഒരു ഗംഭീര പ്രസംഗം നടക്കുകയാണ്. പ്രഭാഷകൻ ആരാണെന്നറിയാമോ? മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിദ്ദീഖ് തങ്ങൾ. മുസ്ലിമുകൾ വെറും 38 പേര് മാത്രമുള്ള സമയമാണിത്. മക്കയിലെ ഖുറൈശികളെ നന്മയിലേക്ക് ക്ഷണിക്കുകയാണ് സിദ്ദീഖ് തങ്ങൾ. പ്രസംഗം കേട്ട് കല്ലിമൂത്ത ശത്രുക്കളിൽ ഉതുബ എന്ന ദുഷ്ടൻ സിദ്ദീഖ് തങ്ങളെ മുഖത്ത് നോക്കി ചെരുപ്പിൽ ആഞ്ഞടിച്ചു. അടിയുടെ ഔക്കുകൊണ്ട് സിദ്ദീഖ് തങ്ങൾ ബോധം കെട്ട് വീണു. വിശ്വാസത്തിൻ്റെ വെളിച്ചം ജ്വലിച്ചു നിൽക്കുന്ന ആ സുന്ദരമായ മുഖം വികൃതമായി. എല്ലാവരും മരിച്ചുപോയി എന്ന് കരുതി. ഉറ്റവർ തങ്ങളെ വാരിയെടുത്തു വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ ഉപ്പയെയും ഉമ്മയെയും വിളിച്ചു നോക്കി. വിളി കേൾക്കുന്നേയില്ല. വൈകുന്നേരമായപ്പോൾ ബോധം തെളിഞ്ഞു. പെട്ടെന്ന് ചോദിച്ചു, എൻ്റെ ഹബീബ് എവിടെ? എൻ്റെ ഹബീബിനെന്തു പറ്റി? ബേജാറോടെ നോക്കി നിൽക്കുന്ന കുടുംബക്കാർക്ക് അതത്ര രസിച്ചില്ല. നീ ഇപ്പോൾ ഭക്ഷണം കഴിക്ക്, ബാക്കി കാര്യം പിന്നെ പറയാം. അപ്പോൾ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, എൻ്റെ ഹബീബിനെ കാണാതെ ഞാൻ ഭക്ഷണം കഴിക്കില്ല. വാശി പിടിച്ചപ്പോൾ സിദ്ദീഖ് തങ്ങളെ നബിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. നബിയെ കണ്ടപ്പോൾ സിദ്ദീഖ് തങ്ങൾക്ക് വളരെ അധികം സന്തോഷമായി. ഹിജ്റ വേളയിൽ ശത്രുക്കളെ കാണാതിരിക്കാൻ വേണ്ടി സൗർഗയിൽ ഒളിച്ചിരിക്കേണ്ടി വന്ന മുത്തുനബിയും സിദ്ദീഖ് തങ്ങളും ഗുഹയിലുള്ള എല്ലാ മാളും അടച്ചപ്പോൾ ബാക്കിയുള്ള ഒന്നിൽ തൻ്റെ കാൽപാദം അടച്ചു വച്ച് തൻ്റെ മടിയിൽ തലവെച്ച് വിശ്രമിക്കാൻ നബി തങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുത്ത സിദ്ദീഖ് തങ്ങളുടെ കാൽ പാമ്പ് കൊത്തിയപ്പോൾ വേദന കൊണ്ട് തൻ്റെ കണ്ണുനീർ മുത്തുനബിയുടെ മുഖത്ത് ഉറ്റിയപ്പോഴും മുത്തുനബിയുടെ ഉറക്കത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് കരുതി, എനിക്കൊന്നും പറ്റിയിട്ടില്ല നബിയെ എന്നു പറഞ്ഞ് അവിടത്തേക്ക് സംരക്ഷണം നൽകിയ കഥ. ഇങ്ങനെ എത്ര കഥകളാണ് സിദ്ദീഖ് തങ്ങളെ കുറിച്ച് പറയാനുള്ളത്. അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? എന്നാൽ ഞാൻ എൻ്റെ കൊച്ചു കഥ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.